in Indian economy. That is, in 2020 question paper, question is that Sen Bhagavati debate. Sen Bhagavati debate on Kerala model of development. Sen Bhagavati, that is Sen Amartya Sen, and Bhagavati is that is here there is a Jagadish Bhagavati. So that is the knowledge. That question is that Sen Bhagavati debate in the year 2020, Calicut University, 5th SEM BA Economics, Indian economy. One of the important question is that short note on Sen Bhagavati debate. Before this, just explain what about the sustainability of development with a special mention to Sen Bhagavati debate. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നോക്കണം ഈ സെൻ ഭഗവതി ഡിബേറ്റ് എന്ന് പറയുന്നതിന് മുൻപ് നമ്മുടെ 2018 ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. വാട്ട് അബൌട്ട് ദ ദാറ്റ് ഈസ് എക്സ്പ്ലെയിൻ ദ സസ്റ്റൈനബിലിറ്റി ഓഫ് ഡെവലപ്മെന്റ് വിത്ത് സ്പെഷ്യൽ മെൻഷൻ ദാറ്റ് ഈസ് സെൻ ഭഗവതി ഡിബേറ്റ്. സെൻ ഭഗവതി ഡിബേറ്റ് റിലേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ആരും സംസാരിക്കുകയാണ് കേരളത്തിലെ സസ്റ്റൈനബിലിറ്റി ഓഫ് ഡെവലപ്മെന്റ്. അപ്പൊ സസ്റ്റൈനബിലിറ്റി ഓഫ് ഡെവലപ്മെന്റ് അറിയണമെങ്കിൽ ആദ്യം എന്താണ് സസ്റ്റൈനബിലിറ്റി ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയണം. അപ്പൊ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഡെഫിനിഷൻ നമ്മൾ കൊടുക്കുകയാണ്. സസ്റ്റൈനബിലിറ്റി ഓഫ് ഡെവലപ്മെന്റ് ഈസ് ദ ഡെവലപ്മെന്റ് ദാറ്റ് മീറ്റ്സ് ദ നീഡ്സ് ഓഫ് ദ പ്രസന്റ് ജനറേഷൻ വിത്തൗട്ട് കോംപ്രമൈസിംഗ് ദ എബിലിറ്റി ഓഫ് ഫ്യൂച്ചർ ജനറേഷൻ ടു മീറ്റ് ദയർ ഓൺ നീഡ്സ്. ഫസ്റ്റ് കോണ്ടക്ട് ഇറ്റ് ഷോ ദാറ്റ് sustainability of development is it meets the needs of the present generation. It fulfill or it satisfy present generation without compromising the ability of future generation to meet their own needs. That is, അതായത് ഈ ഡെഫിനേഷൻ നമുക്ക് മനസ്സിലാക്കാം. അതായത് പ്രസന്റ് ജനറേഷന്റെ മീറ്റ്, അതായത് നീഡ്സിനെ മീറ്റ് ചെയ്യുകയും സാറ്റിസ്ഫൈ ചെയ്യുകയും അതുപോലെ തന്നെ ഫ്യൂച്ചർ ജനറേഷനിലെ അവരുടെ ആവശ്യങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള കോംപ്രമൈസിങ്, യാതൊരു ബുദ്ധിമുട്ടുകളും ഉളവാകത്തക്ക രീതിയിൽ പ്രവർത്തിക്കുക. അതായത് യാതൊരു രീതിയിൽ പ്രശ്നങ്ങളും ഉണ്ടാകാതിരിക്കുക. ഇങ്ങനെ രണ്ടു കൂട്ടരെയും സാറ്റിസ്ഫൈ ചെയ്യുന്നതിനാണ് നമ്മൾ വിളിക്കുക സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ടു ഫുൾഫിൽ ദ നീഡ്സ് ഓഫ് പ്രസന്റ് ജനറേഷൻ പ്ലസ് ഫ്യൂച്ചർ ജനറേഷൻ. ഇപ്പോഴത്തെ ജനറേഷനും ഇപ്പോഴത്തെ പരമ്പരകളെയും അതുപോലെ തന്നെ ഭാവിയിലുള്ള ജനറേഷന്റെയും ആഗ്രഹങ്ങളെ ഫുൾഫിൽ ചെയ്യാം. അപ്പൊ സാധാരണയായിട്ട് നമ്മൾ നോക്കുമ്പോൾ പ്രസന്റ് ജനറേഷൻ ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വെച്ച് നമ്മൾ നിർത്തും. പക്ഷെ എന്നാൽ ഫ്യൂച്ചർ ജനറേഷനെയും നമ്മൾ ഒരുപോലെ കൺസിഡർ ചെയ്യാം. അതാണ് സ്ഥായിയായ വികസനം എന്ന് പറഞ്ഞാൽ. അതായത് ഇപ്പോഴത്തെ വികസനം മാത്രമല്ല ഭാവിക്ക് വേണ്ടി ഒരു മുൻകരുതലുകൾ ഇവിടെ എടുക്കുന്നു. അതുകൊണ്ടാണ് ഇറ്റ്സ് എ ഡെവലപ്മെന്റ് ദാറ്റ് മീറ്റ്സ് ദ നീഡ്സ് ഓഫ് ദ പ്രസന്റ് ജനറേഷൻ വിത്തൗട്ട് കോംപ്രമൈസിംഗ് ദ എബിലിറ്റി ഓഫ് ഫ്യൂച്ചർ ജനറേഷൻ ടു മീറ്റ് ദയർ ഓൺ നീഡ്സ്. ഫ്യൂച്ചർ ജനറേഷന്റെ നീഡ്സിനെയും പ്രസന്റ് ജനറേഷന്റെ നീഡ്സിനെയും ഫുൾഫിൽ ചെയ്യത്തക്ക രീതിയിലാണ് എന്ത് പറയാ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. അത്തരത്തിലുള്ള വികസനത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഇനി നോക്കുക സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇൻ കേരള കോണ്ടെക്സ്റ്റ്, അതായത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഓഫ് കേരള ഇക്കോണമി നമ്മൾ പറയുന്നത്. അപ്പൊ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ഡെഫിനേഷൻ നമ്മൾ എന്താണെന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് അച്ചീവ്മെന്റ്സ് ഓർ ഫീച്ചേഴ്സ് ഓഫ് കേരള ഇക്കോണമി എന്താണെന്ന് പറയണം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ ഒരു വീഡിയോ ഇട്ടതാണ്. പൊളിറ്റിക്കൽ കോൺഷ്യസ്നെസ് ആണ്, ഹൈ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്നൊക്കെ പറഞ്ഞിട്ട്, അതുപോലെ തന്നെ ഹെൽത്ത് സെക്ടറിന് കൂടുതലായിട്ട് സിഗ്നിഫിക്കൻസ് കൊടുക്കുന്നു, ലിറ്ററസി റേറ്റ് എന്നൊക്കെ പറഞ്ഞ് പല പോയിന്റുകൾ നമ്മൾ അച്ചീവ്മെന്റ്സ് പറഞ്ഞു. ഇത് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞു. അതിനുശേഷം വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് ഡ്രോബാക്സ് എക്സിസ്റ്റഡ് ഇൻ കേരള ഇക്കോണമി എന്ന് പറഞ്ഞു. ഇത് രണ്ടും നമ്മൾ എസ്സേ ചോദിക്കുമ്പോൾ സസ്റ്റൈനബിലിറ്റി ഓഫ് കേരള ഡെവലപ്മെന്റ് വിത്ത് സ്പെഷ്യൽ മെൻഷൻ ജഗദീഷ് ആൻഡ് ഭഗവതി ഡിബേറ്റിൽ നമ്മൾ ഉൾപ്പെടുത്തണം എസ്സേ ആണെങ്കിൽ. ഇനി ഇവിടെ 2020 ക്വസ്റ്റ്യൻ പേപ്പറിലെ ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ദാറ്റ് ഈസ് സെൻ ഭഗവതി ഡിബേറ്റ്. സെൻ ഭഗവതി ഡിബേറ്റ്, അതായത് സെൻ എന്ന് പറഞ്ഞാൽ അമർത്യ സെൻ, ജഗൻ ഭഗവതി എന്ന് പറഞ്ഞാൽ ജഗദീഷ് ഭഗവതി. 2013 in the year of 2013, 3 eminent economists named as Amartya Sen, Jagadish Bhagavati, then here there is a Aravind Panagaria. ഈ 3 ഇക്കണോമിസ്റ്റ് കേരള മോഡല് ഡെവലപ്മെന്റിനെ പറ്റി ഒരു ഡിബേറ്റ് നടത്തി.
ഈ ഡിബേറ്റിലെ രണ്ട് സമ്പദ് വ്യവസ്ഥകൾ നമ്മൾ സംസാരിക്കുന്നുണ്ട്. വൺ ഇസ് ദാറ്റ് വാട്ട് അബൌട്ട് ദ കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് ആൻഡ് ദാറ്റ് ഇസ് ദ കമ്പാരിസൺ വിത്ത് ഗുജറാത്ത് മോഡൽ ഓഫ് ഡെവലപ്മെന്റ്. കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റിനെയും ഗുജറാത്ത് മോഡലിനെയും പറ്റി നമ്മളിവിടെ ഒരു പഠനം നടത്തി. ഇതൊരു ഡിബേറ്റ് ആയിട്ട് നമ്മളിവിടെ കാണണം. There are three important eminent economists like one is that here there is a Amartya Sen, and second is that Jagadish Bhagavati, and third is that Aravind Panagaria. ക്വസ്റ്റ്യൻ നമ്മൾ ചോദിച്ചിട്ടുള്ളത് സെൻ ഭഗവതി ഡിബേറ്റ് ആണ്. അപ്പൊ ഡിബേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വിവാദം. ഈ വിവാദത്തിലെ രണ്ട് ഇക്കോണമിയാണ് നമ്മൾ എടുക്കുന്നത്. വൺ ഇസ് ദാറ്റ് വാട്ട് അബൌട്ട് ദ മോഡൽ ഓഫ് കേരള ഇക്കോണമി ആൻഡ് വാട്ട് അബൌട്ട് ദ മോഡൽ ഓഫ് ഗുജറാത്ത് മോഡൽ. Kerala model of development and here the study related on Gujarat model of development. ഇതിനെ പറ്റിയിട്ടുള്ള സംസാരങ്ങൾ ആധികാരികമായിട്ട് ഈ മൂന്ന് ഇക്കണോമിസ്റ്റ് സംസാരിക്കുന്നു. ഇതിലെ ആദ്യം നമ്മൾ നോക്കിയപ്പം അമർത്യ സെൻ, അതായത് അമർത്യ സെൻ ക്രിട്ടിസൈസ് ദാറ്റ് ഇസ് ദ ഗുജറാത്ത് മോഡൽ ഓഫ് ഡെവലപ്മെന്റ്. ഗുജറാത്ത് മോഡൽ ഓഫ് ഡെവലപ്മെന്റിനെ അമർത്യ സെൻ ക്രിട്ടിസൈസ് ചെയ്തു. എന്തുകൊണ്ടാണ് അദ്ദേഹം അതിനെ വിമർശിച്ചത്? ബിക്കോസ് ഇറ്റ് ഡസ് നോട്ട് എക്സ്പ്ലെയിൻ ഇൻക്ലൂസീവ് ഗ്രോത്ത്. അതായത് ഇൻക്ലൂസീവ് ഡെവലപ്മെന്റിനെ പറ്റി ആര് സംസാരിച്ചിട്ടില്ല? ഗുജറാത്ത് മോഡൽ ഓഫ് ഡെവലപ്മെന്റ് സംസാരിച്ചിട്ടില്ല. ഇതുകൊണ്ടാണ് ഇതിനെ ആരെതിർത്തിട്ടുള്ളത്? നമ്മുടെ അമർത്യ സെൻ. ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ വിഭാഗങ്ങളെയും ഒരേ രീതിയിൽ നമ്മൾ കൊണ്ടുപോകുക. അതായത് കളർ എന്നോ ജാതി എന്നോ അതുപോലെ തന്നെ മൈനോറിറ്റി എന്നോ ബാക്ക്വേർഡ് ക്ലാസ്സുകൾ എന്നോ ഒന്നുമില്ലാതെ എല്ലാവരെയും സാമ്പത്തിക വികസനത്തിലെ വളർച്ചകളിലെ പങ്കാളികളാക്കുക. അതാണ് ഓൾ ഗെറ്റ് ഈക്വൽ ചാൻസ് ഓർ ഈക്വൽ ഓപ്പർച്യൂണിറ്റി വിത്തൗട്ട് കാസ്റ്റ്, color, creed, religion, etc. or social backward class, etc. all are included in the economic growth or economic development. എല്ലാവരെയും സാമ്പത്തിക വളർച്ചയിലെ പങ്കാളികളാക്കുക. അത്തരത്തിലുള്ള ഒരു ഗ്രോത്ത് മോഡലായിരുന്നില്ല എവിടെയുള്ളത്? ഗുജറാത്ത്. ഇതുകൊണ്ടാണ് അമർത്യ സെൻ ഗുജറാത്ത് മോഡലിനെ ക്രിട്ടിസൈസ് ചെയ്തത്. അവര് ഗ്രോത്ത് മോഡൽ നമ്മൾ വിളിക്കുക, അതായത് ഒരു ഗ്രോത്ത് മോഡൽ സാമ്പത്തിക വളർച്ചയാണ് വിത്തൗട്ട് കൺസിഡറിങ് ഇൻക്ലൂസീവ് ഡെവലപ്മെന്റ് ഓർ ഇൻക്ലൂസീവ് ഗ്രോത്ത്. അതായത് ഇൻക്ലൂസീവ് ഗ്രോത്ത് ഉൾപ്പെടാത്ത ഒരു ഗ്രോത്ത് മോഡലാണ് ആര് സംസാരിക്കുന്നത്? ഗുജറാത്ത് മോഡൽ ഓഫ് ഡെവലപ്മെന്റ് സംസാരിക്കുന്നത്. ഇതുകൊണ്ടാണ് അമർത്യ സെൻ അതിനെ വിമർശിച്ചത്. എന്നാൽ പനഗാരിയ ആൻഡ് ഭഗവതി, ജഗദീഷ് ഭഗവതി ആൻഡ് ദെൻ അരവിന്ദ് പനഗാരിയ, ഇവർ രണ്ടുപേരും ആരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? ഗുജറാത്ത് മോഡലിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഗുജറാത്ത് മോഡലിന്റെ പ്രത്യേകത എന്താ? അവിടെ കൂടുതലായിട്ട്, അതായത് ദാറ്റ് ഈസ് ദേ ആർഗ്യൂഡ് ഫോർ അച്ചീവ് ഹൈ ഇക്കണോമിക് ഗ്രോത്ത്. അവിടെ വേറെ ഒന്നും പ്രതിപാദിക്കുന്നില്ല. ഹൈ ഇക്കണോമിക് ഗ്രോത്ത് അല്ലെങ്കിൽ ഹ്യൂജ് ഇക്കണോമിക് ഗ്രോത്ത്, സാമ്പത്തിക വളർച്ച നേടാനായിട്ട് സാധിക്കും എന്നുള്ളതിൽ മാത്രമേ അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൂ. How to achieve huge or high economic growth? According to their opinion, there is first or special emphasis to the investment on physical infrastructure. അതായത് here there is a investment on physical infrastructure. ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കുക. അതായത് ഇൻവെസ്റ്റ് ഓൺ ഫിസിക്കൽ സെക്ടർ, ഭൗതിക വിഭാഗത്തിന് കൂടുതലായിട്ട് നിക്ഷേപം കൊടുത്ത. ആൻഡ് സെക്കൻഡറി ഇമ്പോർട്ടൻസ് ഓൺലി ടു ദ സോഷ്യൽ സെക്ടർ, സോഷ്യൽ ഡെവലപ്മെന്റ്. രണ്ടാമത് മാത്രമേ സാമൂഹിക വികസനത്തിന് പ്രാധാന്യം കൊടുക്കുന്നു. ഇതുകൊണ്ടാണ് ഇവിടെ ഹൈ ഇക്കണോമിക് ഗ്രോത്ത് കിട്ടുന്നു എന്നുള്ളത് നമ്മൾ സ്ഥാപിച്ചത്. ആര്? പനഗാരിയ ആൻഡ് here there is a Jagadish Bhagavati. They favored or argued for Gujarat model because of high economic growth. According to their opinion, there is first importance or first emphasize the physical sector investment or physical infrastructure investment, and second important only to the social sector development. In that case, that it lead to the creation of economic growth. ഡെഫിനറ്റ് ആയിട്ട് സാമ്പത്തിക വളർച്ച നേടും എന്നുള്ളതാണ് ഇവർ രണ്ടുപേരും അഭിപ്രായപ്പെടുത്തുന്നത്. എന്നാൽ ഇവർ പറഞ്ഞ ആർഗ്യുമെന്റിനോട് നമ്മുടെ അമർത്യ സെൻ ഒരിക്കലും യോജിച്ചില്ല. അദ്ദേഹം പറയുന്നത് that according to his opinion he favored to the Kerala model because it here there is
what type of model here? There is a human development lead growth. കേരളത്തിന്റെ പ്രത്യേകത, കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് is that human development lead growth. സാമ്പത്തിക വളർച്ചയെ മാനുഷിക വികസനത്തെ ആസ്പദമാക്കിയിട്ടുള്ളത്. That is, according to their opinion, first importance allotted to the social sector. സാമൂഹിക വികസനത്തിന് പ്രാധാന്യം കൊടുക്കുക. സാമൂഹിക വികസനം എന്ന് പറഞ്ഞാൽ എന്താ? എഡ്യൂക്കേഷൻ, ഹെൽത്ത്, കേട്ടോ, അതുപോലെ തന്നെ നമ്മുടെ വെൽഫെയർ പ്രോഗ്രാംസുകൾ, ഇവർക്ക് കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കുക. ഇത്തരത്തിലുള്ള ഹ്യൂമൻ ഡെവലപ്മെന്റ് ലീഡ് ഗ്രോത്ത് ആണ് എന്തിനു വേണ്ടത്? ഒരു സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമെന്നുള്ളതാണ് അമർത്യ സെന്റെ കണ്ടെത്തൽ. അപ്പൊ രണ്ടു കൂട്ടരും രണ്ട് വിരുദ്ധ അഭിപ്രായങ്ങളാണ്. ഇതുകൊണ്ടാണ് ഗുജറാത്ത് മോഡലിനോട് അരവിന്ദ് പനഗാരിയയ്ക്കും അതുപോലെ ജഗദീഷ് ഭഗവതിക്കും ഇഷ്ടപ്പെടാൻ കാരണം, അല്ലെങ്കിൽ താല്പര്യപ്പെടാനുള്ള കാരണം, ദ സ്പെഷ്യൽ കോൺസെൻട്രേറ്റ് ഓൺലി ദ ഗ്രോത്ത് മോഡൽ ഓർ ഗ്രോത്ത് അപ്രോച്ച്. According to their opinion, special emphasize only to the physical infrastructure or physical sector. ഭൗതിക വികസനത്തിന് പ്രാധാന്യം കൊടുക്കുക. അവിടെ ആർക്ക് പ്രാധാന്യമില്ല? സാമൂഹിക വികസനത്തിന് പ്രാധാന്യമില്ല. കൂടുതലായിട്ട് സാമ്പത്തിക വളർച്ചയെ ഊന്നൽ നൽകുക. എവിടെ സാമ്പത്തിക വളർച്ച ഉണ്ടാകുന്നു അവിടെ നമ്മൾ എന്ത് അല്ലെ അവിടെ എന്ത് ഒഴിവാക്കും? സാമൂഹിക വികസനത്തിന് അല്ലെങ്കിൽ വെൽഫെയർ അല്ലെങ്കിൽ ഇക്വാലിറ്റിക്ക് യാതൊരു സ്ഥാനവും ഉണ്ടാകില്ല. അതുകൊണ്ട് റീഡിസ്ട്രിബ്യൂഷൻ പ്രോഗ്രാമിനെയോ അല്ലെങ്കിൽ വെൽഫെയർ പ്രോഗ്രാമിനെയോ ഇക്വാലിറ്റിയോ താല്പര്യപ്പെടാതെ ഇക്കണോമിക് ഗ്രോത്തിനെ ആസ്പദമാക്കിക്കൊണ്ടാണ് ആര് സംസാരിച്ചിട്ടുള്ളത്? ഗുജറാത്ത് മോഡലിനെ, അതായത് അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഈ രണ്ടുപേരും, പനഗാരിയ ആൻഡ് അരവിന്ദ്, അതായത് അരവിന്ദ് പനഗാരിയ ആൻഡ് ഭഗവതി സംസാരിച്ചത്. ഇതുകൊണ്ടാണ് ഇതിനോട് ആര് സപ്പോർട്ട് ചെയ്യാറുള്ളത്? അമർത്യ സെൻ. അമർത്യ സെന്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാല് സാമ്പത്തിക വളർച്ച, അതായത് കേരള മോഡലിന്റെ രൂപത്തിലുള്ള സാമ്പത്തിക വളർച്ച. അവിടെ നമ്മൾ സ്പെഷ്യൽ എംഫസൈസ് അലോട്ടഡ് ടു ദ സോഷ്യൽ സെക്ടർ ഡെവലപ്മെന്റ്. അതിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. സോഷ്യൽ സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഇൻവെസ്റ്റ്മെന്റ് ഓൺ സോഷ്യൽ സെക്ടർ. Such type of growth is known as, here there is a human development lead growth. മാനുഷിക വികസനത്തിന്റെ വളർച്ചയിലുള്ള ഒരു വികസനമാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അത്തരത്തിലുള്ള വളർച്ചയാണ് ഇവിടെ വേണ്ടത്. അപ്പൊ സാമൂഹിക വികസനത്തിനുള്ള ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷന് കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക, അതുപോലെ ഹെൽത്തിന് വേണ്ടി കൂടുതലായിട്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തുക, സർക്കാർ കൂടുതലായിട്ട് വെൽഫെയർ സ്കീമുകൾ കൊടുക്കുക. ഇങ്ങനെ വരുമ്പോൾ സമ്പദ് വ്യവസ്ഥയിൽ സോഷ്യൽ വെൽഫെയർ പ്രൊമോട്ട് ചെയ്യാനും ഇക്വാളിറ്റി ക്രിയേറ്റ് ചെയ്യാനും എക്സ്പ്ലോയിറ്റേഷൻ ഒരു പരിധി വരെ അവോയ്ഡ് ചെയ്യാനും ഇതിലൂടെ സാധിക്കുന്നു. ഇതാണ് ആദ്യമായിട്ട് രണ്ടുപേരുടെയും ഡിബേറ്റ് ആയിട്ട് നമ്മൾ പറയുന്നത്. സെക്കൻഡ് ആൻഡ് തേർഡ് ഇൻ ദ കേസ് ഓഫ് ജഗദീഷ് ഭഗവതി ആൻഡ് അരവിന്ദ് പനഗാരിയ ഫേവേർഡ് ടു ദ ഗുജറാത്ത് മോഡൽ ആൻഡ് അമർത്യ സെൻ ഫേവേർഡ് ടു ദ കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ്. ദെൻ സെൻ ആൻഡ് ഭഗവതി ഡിബേറ്റ്. ഇതിൽ നമ്മൾ കണ്ടു, ഒരു വശത്ത് ഗ്രോത്ത് ഓറിയന്റഡ്, അതായത് ഗ്രോത്ത് ഓറിയന്റഡ് മോഡൽ അല്ലെങ്കിൽ ഗ്രോത്ത് ഓറിയന്റഡ് അപ്രോച്ച് ആണ് നമ്മുടെ ഗുജറാത്ത് മോഡലെങ്കിൽ, മറുവശത്ത് നമ്മൾ കണ്ടു അവിടെ ഹ്യൂമൻ ഡെവലപ്മെന്റ്, അതായത് മോഡലാണ്, ഹ്യൂമൻ ഡെവലപ്മെന്റ് അപ്രോച്ചിലാണ്, അതിൽ അത്തരത്തിലുള്ള ഗ്രോത്ത് പാറ്റേൺ ആണ് നമ്മുടെ കേരള മോഡൽ നമ്മൾ കണ്ടു. അപ്പൊ അവിടെ സോഷ്യൽ സെക്ടറിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് കൂടുതൽ. ഗുജറാത്തിലാണെങ്കിൽ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചറിലുള്ള ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ട് ബിസിനസ് ഒക്കെ കൂടുതലായിട്ട് ശക്തി പ്രാപിക്കാൻ സാധിക്കും. ഇതാണ് ഗ്രോത്ത് ഓറിയന്റഡ് അപ്രോച്ച് ആയിട്ട് നമ്മൾ പറയുന്നത്. അതായത് കേരള മോഡലിലാണെങ്കിൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് അപ്രോച്ച്, അതായത് ഹ്യൂമൻ ഡെവലപ്മെന്റ് അത്തരത്തിലുള്ള മോഡലാണ് നമ്മളിവിടെ പ്രതിപാദിച്ചിട്ടുള്ളത്. ഇത് നോക്കുക. എന്നാൽ ഈ മൂന്ന് കൂട്ടരും, അതായത് നമ്മുടെ പനഗാരിയാണെങ്കിലും ഭഗവതിയാണെങ്കിലും അമർത്യ സെന്നും മൂന്ന് കൂട്ടരും ഒരേ രീതിയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഗ്രോത്ത് ആൻഡ് ഇക്വിറ്റി ഇൻ കേരള ഇക്കോണമി. ഈ മൂന്ന് കൂട്ടരും പറയാണ് കേരളം ഗ്രോത്ത് ആൻഡ് ഇക്വിറ്റി എന്നുള്ളതിൽ ഈ കേരളം വിജയിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് കേരള സക്സീഡഡ്, ദാറ്റ് ഈസ് ഗ്രോത്ത് ആൻഡ് ഇക്വിറ്റി. ഗ്രോത്തും ഇക്വിറ്റിയും കൈവരിക്കാനായിട്ട് കേരളത്തിന് സാധിച്ചു എന്നുള്ളത് മൂന്ന് പേരും ഒരേപോലെ വാദിക്കുന്നുണ്ട്. അതായത് ഈ മൂന്ന്, that is in the case of eminent economists like Amartya Sen, then Aravind Panagariya, Jagadish Bhagavati claimed that Kerala succeeded to achieve growth and equity. ഗ്രോത്തും ഇക്വിറ്റി കൈവരിക്കാനായിട്ട് കേരളത്തിലെ സാധിച്ചിട്ടുണ്ട്, കേരള വികസന മോഡലിൽ സാധിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാനുള്ള കാരണം? അതായത് അക്കോർഡിംഗ് ടു അമർത്യ സെൻ,
അമർത്യ സെൻ പറയുന്നത് ഗ്രോത്തും ഇക്വിറ്റി കൈവരിക്കാൻ കേരളത്തെ സഹായിച്ചത് എന്തുകൊണ്ടാണെങ്കിൽ ബിക്കോസ് ഓഫ് ദ ഇൻട്രഡക്ഷൻ ഓഫ് ഇനീഷ്യേറ്റഡ് വെൽഫെയർ പ്രോഗ്രാംസ്. ബിക്കോസ് ഓഫ് ദ ഇൻട്രഡക്ഷൻ ഓഫ് വെൽഫെയർ പ്രോഗ്രാംസ് ആണ് കേരളത്തിലെ ഗ്രോത്തും ഇക്വിറ്റി കൈവരിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് അമർത്യ സെന്റെ കണ്ടെത്തൽ. അതായത് മൂന്ന് കൂട്ടരും ഒരുപോലെ പറയുന്നുണ്ട് ഗ്രോത്തും ഇക്വിറ്റിയും കേരള മോഡലിൽ കൈവരിക്കാൻ സാധിച്ചു എന്നുള്ളത് മൂന്ന് കൂട്ടരും കേരള വിജയമായിട്ട് കാണുന്നു. എന്നാൽ ഇവര് പറഞ്ഞ രീതി അത് വ്യത്യസ്ത മെത്തേഡിലാണ് അവർ അവതരിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ലാസ്റ്റ് ഗ്രോത്ത് ആൻഡ് ഇക്വിറ്റി നമ്മൾ പറഞ്ഞു. അപ്പൊ അതിലെ കേരളത്തിന്റെ പ്രത്യേകത AK സെന്നിന്റെ അഭിപ്രായത്തിലെ കേരളത്തിലെ വെൽഫെയർ പ്രോഗ്രാംസ് കൊണ്ടാണ് ഗ്രോത്ത് ആൻഡ് ഇക്വിറ്റി കൈവരിച്ചെന്നുള്ളതാണ് അമർത്യ സെന്റെ അഭിപ്രായത്തിൽ. എന്നാൽ ഇതിനോട് വിയോജിപ്പാണ് നമ്മുടെ പനഗാരിയ ആൻഡ് ഭഗവതി. അവരുടെ അഭിപ്രായത്തിൽ അതായത് കേരളത്തിലെ ഗ്രോത്ത് ആൻഡ് ഇക്വിറ്റി ഉണ്ടാകാനായിട്ട് രണ്ട് പ്രധാന പോയിന്റുകളാണ് അവർ പറയുന്നത്. ഒന്ന്, ബിക്കോസ് ഓഫ് ദാറ്റ് ഈസ് ഗ്ലോബലൈസേഷൻ ഓഫ് സ്റ്റേറ്റ് ഇക്കോണമി ഇൻ 1990s. 90കളിൽ ഉണ്ടായ അതായത് അക്കാലത്തുണ്ടായ ആഗോളവൽക്കരണം പ്ലസ് ഫ്ലോ ദാറ്റ് ഈസ് ഹൈ ഇൻഫ്ലോ ഓഫ് ഫോറിൻ റെമിറ്റൻസ്, വിദേശ വരുമാനം. അതായത് മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് അറബ് രാജ്യങ്ങളിൽ നിന്ന് UAE നിന്നാണ് ഏറ്റവും കൂടുതൽ ഫോറിൻ റെമിറ്റൻസ് കിട്ടിയത്. അപ്പം ഗ്ലോബലൈസേഷൻ പ്ലസ് ദാറ്റ് ഹൈ ഇൻഫ്ലോ ഓഫ് ഫോറിൻ റെമിറ്റൻസ്, ദീസ് ആർ ദ ടു ഇമ്പോർട്ടൻറ്റ് കോസസ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഇക്വിറ്റി എന്നുള്ളതാണ് പനഗാരിയ ആൻഡ് ഭഗവതിയുടെ കൺസെപ്റ്റ്. എന്നാൽ നമ്മുടെ അമർത്യ സെൻ പറയുന്നത് ഈ ഗ്രോത്തും ഇക്വിറ്റിയും കൈവരിക്കാനുള്ള കാരണം വെൽഫെയർ പ്രോഗ്രാംസ് കൊണ്ടുവന്നു. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ മൂന്ന് കൂട്ടർക്കും ഒരേ രീതിയിലുള്ള കൺസെപ്റ്റാണ്. ഗ്രോത്ത് ആൻഡ് ഇക്വിറ്റി കേരളത്തിൽ അച്ചീവ് ചെയ്യാനായിട്ട് സാധിച്ചു, അത് കേരളം സക്സസ് ആയി എന്ന് പറഞ്ഞാൽ. എന്നാൽ ഭിന്ന അഭിപ്രായങ്ങളാണ് എങ്ങനെയാണ് കൈവരിച്ചു എന്ന് കാണിക്കാനായിട്ട്. ഇനി നമുക്ക് കേരളത്തിലെ ചില അച്ചീവ്മെന്റ്സ് നമുക്ക് എടുത്തു പറയാം. നമ്മൾ GDP ഗ്രോത്ത് റേറ്റ് കേരളവും നാഷണൽ ആവറേജും കൂടി നോക്കി. അതായത് കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റിലെ നമുക്ക് മനസ്സിലായി നമ്മുടെ GDP ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് 10%-നേക്കാൾ 10%-നേക്കാൾ കൂടുതൽ വർധനവ് നമ്മളിവിടെ കേരളത്തിൽ കണ്ടു. എന്നാൽ നാഷണൽ ആവറേജ് ഓൾ ഇന്ത്യ ലെവലിന്റെ വളർച്ച നമ്മൾ നോക്കുമ്പോൾ 3% അത്രയേ ഉള്ളൂ. അപ്പൊ അതൊന്ന് മനസ്സിലാക്കാം. കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് നമുക്ക് കേരളത്തിന് പല രീതിയിലുള്ള അച്ചീവ്മെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. നാഷണൽ ഗ്രോത്ത് റേറ്റ് 3% ആണെങ്കിൽ കേരളത്തിന്റെ 10% ആണ് GDP ഗ്രോത്ത് റേറ്റ്. ഇതുപോലെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പല രീതിയിൽ പല പ്രോഗ്രാംസിനും അല്ലെങ്കിൽ പല പ്രോജക്റ്റിനും വേണ്ടി 30%-ഓളം കേരളത്തിൽ ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ ഓൾ ഇന്ത്യ ലെവലിൽ അതായത് 5% ആണ്. നാഷണൽ ആവറേജ് 5%. Then at the same time here there is a two-wheelers owning, അതായത് എത്രമാത്രം ജനങ്ങളാണ് അതായത് ഇരുചക്ര വാഹനങ്ങൾ ഉടമസ്ഥരായിട്ട് കാണുന്നത്. 35%-ഓളം വർധനവ് കേരളത്തിലുണ്ടെങ്കിൽ ഓൾ ഇന്ത്യ ലെവലിൽ ഇത് വെറും 15%. അപ്പോൾ ടൂ വീലർ ഓൺ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ കയ്യിൽ അത്രയും പണത്തിന്റെ അളവ് ആസ്തി ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. അത് മാത്രമല്ല നമ്മൾ നോക്കിയപ്പോൾ നമ്മുടെ ഫോറിൻ റെമിറ്റൻസ് 2011-12 65,000 കോടിയാണ് കേരളത്തിൽ അതിൽ നിന്ന് നേടിയിട്ടുള്ളത്. മാത്രമല്ല പെർ ക്യാപിറ്റൽ കൺസംഷൻ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പൊസിഷനാണ്. ഇപ്പോൾ പെർ ക്യാപിറ്റൽ കൺസംഷൻ കൂടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, കൂടുതലായിട്ട് പണം ജനങ്ങളുടെ കയ്യിലുണ്ട്, അതുകൊണ്ടാണ് ആളോഹരി കൺസംഷൻ കൂട്ടിയിട്ടുള്ളത്. മാത്രമല്ല എഡ്യൂക്കേഷൻ ഓൾസോ പൊസസ് എ സിഗ്നിഫിക്കൻറ്റ് പ്ലേസ് ഇൻ കേരള ഇക്കോണമി. These are the main important points in order to explain Sen and Bhagavati debate here. This is also the question like, what about the sustainability of Kerala development with special mention to that is the Sen and Bhagavati debate. Thank you.